Hello everyone, this is Muhammad Alfan. Welcome to just 2 minutes Excel tips. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ട്രാൻസ്പോസ് ഡാറ്റ. ദാറ്റ് മീൻസ് ഒരു പർട്ടിക്കുലർ ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇവിടെ റൊട്ടേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെർട്ടിക്കലുള്ള ഡാറ്റാബേസ് ഹൊറൈസൺ ഫോമിലേക്കും ഹൊറൈസണിലുള്ള വെർട്ടിക്കലേക്കും ആക്കാൻ വേണ്ടിയിട്ടാണ്. ആസ് എൻ എക്സാമ്പിൾ ഇവിടെ കാണാൻ ചെറിയൊരു ഡാറ്റാബേസ് ലിസ്റ്റ് ഓഫ് എയർലൈൻസ് അതിന്റെ റെസ്പെക്റ്റീവ് സീറ്റ് അവൈലബിലിറ്റി ഇവിടെ കാണുന്നത്, റൈറ്റ്? പ്രസന്റ്ലി ഇത് വെർട്ടിക്കൽ സ്ട്രക്ചറിലാണ്, ഇത് എനിക്ക് ഹൊറൈസണൽ സ്ട്രക്ചറിലേക്ക് ഇത് മാറ്റണം. നമുക്കത് ട്രാൻസ്പോസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണുള്ളത് നോക്കാം. ആ സെറ്റ് ഓഫ് ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്നു, ശേഷം കോപ്പി. നമുക്ക് ഏത് സെല്ലിലാണോ അതിൻ്റെ റിസൾട്ട് വേണ്ടത് അവിടെ കഴ്സർ പ്ലേസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ E1 സ്റ്റാർട്ട് ചെയ്യുന്ന സെല്ലിലാണ് എനിക്ക് റിസൾട്ട് ഇവിടെ അപ്പിയർ ചെയ്യേണ്ടത്. ശേഷം ആ പർട്ടിക്കുലർ E1 എന്നുള്ള സെൽ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്പെഷ്യൽ. ഇവിടെ കാണാൻ രണ്ട് സെക്ഷൻ, പേസ്റ്റ് ആൻഡ് ഓപ്പറേഷൻ. പേസ്റ്റിലുള്ളത് ഓൾ സെലക്ട് ചെയ്യുക, ബൈ ഡിഫോൾട്ട് ഓൾ തന്നെ വരാം. ശേഷം ഓപ്പറേഷനിൽ ഉണ്ടല്ലോ ഇവിടെ ട്രാൻസ്പോസ് എന്ന് കാണാം, ജസ്റ്റ് ടിക്ക് ചെയ്യുക ആൻഡ് ഓക്കെ പ്രസ് ചെയ്താൽ മതി. സി ഇവിടെ കംപ്ലീറ്റ് ഡാറ്റ ഹൊറിസോണൽ സ്ട്രക്ചറിൽ വന്നു, റൈറ്റ്? സോ ഇതിന് സ്റ്റാറ്റിക് മെത്തേഡ് എന്നാണ് പറയുക. കാരണം ഈ സെയിം നമ്പേഴ്സ് ഇവിടെ റിഫ്ലക്ട് ചെയ്യാതെ ഈവൻ എമിറേറ്റ്സിൻ്റെ സീറ്റ് അവൈലബിലിറ്റി ആയ 45 എന്നുള്ളത് 200 ആക്കിയാലും ഇവിടെ മാറുന്നില്ല, ഇവിടെ 45 തന്നെയാണ്, റൈറ്റ്? പക്ഷേ എനിക്കത് ഡൈനാമിക്കലി ഇവിടെയും മാറണം. നമുക്കത് എങ്ങനെയാണുള്ളത് നോക്കാം. അതിനാണ് ട്രാൻസ്പോസിൻ്റെ ഫോർമുല മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. അതിനിവിടെ സ്റ്റാറ്റിക് മെത്തേഡ് വെച്ച് ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്ന ആവശ്യമൊന്നുമില്ല. നമുക്ക് ഏത് റേഞ്ചിലാണോ ഡാറ്റ വേണ്ടത് ആ റേഞ്ച് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. ഈ ഒരു കേസിൽ എനിക്ക് ഡാറ്റ വേണ്ടത് ഈ ഒരു റേഞ്ചിലാണ് ഇതുവരെ, റൈറ്റ്? ശേഷം ഇവിടെ കാണും ഒരു ആക്റ്റീവ് സെല്ല്, റൈറ്റ്? ഇവിടെ വൈറ്റ് മോഡൽ, ബാക്കിയെല്ലാം ഗ്രേ കളറാണ്. നമ്മൾ എന്ത് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സെല്ലിലാണ് ഇവിടെ റിഫ്ലക്റ്റ് ആവുക, അതായത് E4 എന്നുള്ള സെല്ലിൽ. സോ ഈക്വൽ ടു ട്രാൻസ്പോസ് ആ റെസ്പെക്റ്റീവ് ഏരിയ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, ശേഷം ക്ലോസ് ദി ബ്രാക്കറ്റ്. നമ്മൾ ഡയറക്റ്റ്ലി എൻറ്റർ ചെയ്യരുത്. ഡയറക്റ്റ്ലി എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം വാല്യൂ എന്നുള്ള എറർ വരുന്നത്. അതിന് പകരം ജസ്റ്റ് എഡിറ്റ് ചെയ്യുന്നു, ഷിഫ്റ്റ് കൺട്രോൾ എൻറ്റർ. സി കംപ്ലീറ്റ് ഡാറ്റ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തു, റൈറ്റ്? ഇനി നമുക്ക് വേണ്ടി ഇതിൻ്റെ ഫോർമാറ്റ് മാറ്റാൻ പറ്റും, സെയിം ഹെഡിങ് പോലെ തന്നെ. ജസ്റ്റ് എവിടെയാണോ ഏത് ഫോർമാറ്റാണ് വേണ്ടത് ആ ഒരു പർട്ടിക്കുലർ സെല്ലിൽ സെലക്ട് ചെയ്യുക, ശേഷം ഫോർമാറ്റ് പെയിൻറ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. സി ആ ലെവൽ വന്നു. ഇനി നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണാം എയർ ഇന്ത്യ 32 സീറ്റ്സാണ്, ഇവിടെയും 32 സീറ്റ്സ്, റൈറ്റ്? ഇനി ഞാൻ 1000 ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിന് വ്യത്യാസം കാണാൻ പറ്റും. ഈ ഒരു എയർ ഇന്ത്യ ഉള്ള സെക്ഷൻ്റെ 1000 ടൈപ്പ് ചെയ്തു. സി ഇവിടെ മാത്രം ആദ്യം, സി ഇവിടെ ഡൈനാമിക് ആയിട്ട് ഇവിടെ ഇമ്പാക്ട് ചെയ്തു, റൈറ്റ്? ഈജിപ്ത് എയർ 29, സി ഇവിടെ മാറി, റൈറ്റ്? പക്ഷേ ഇപ്പം കാണിച്ച മെത്തേഡിന് ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട്. അതായത് നമ്മളിവിടെ റിസൾട്ട് വേണ്ടത് ആദ്യം റേഞ്ച് സെലക്ട് ചെയ്യണം. ഇൻ കേസ് ലാർജ് ഡാറ്റ ആണെങ്കിലോ അത്രക്കും റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്തും കൊണ്ട് സെലക്ട് ചെയ്യണം ആ ഏരിയ, റൈറ്റ്? സോ അത്തരം സിറ്റുവേഷൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്ക് ആ റേഞ്ച് സെലക്ട് ചെയ്യാതെ തന്നെ നോർമൽ രീതിയിൽ നമുക്ക് എങ്ങനെ ഡാറ്റ ഡൈനാമിക്കലി ഇവിടെ റിഫ്ലക്റ്റ് ആവുന്നത് നോക്കാം. ആദ്യം ആ കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, ശേഷം E8 എന്നുള്ള സെല്ലിലേക്ക് വരുന്നു, റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ് സ്പെഷ്യൽ. ഇവിടെ കാണാൻ നിങ്ങൾക്ക് പേസ്റ്റ് ലിങ്ക് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഈ കംപ്ലീറ്റ് ഡാറ്റ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തു, റൈറ്റ്? സോ ഇവിടെ ഫോർമുല പോലെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ എമിറേറ്റ്സിനെ സെലക്ട് ചെയ്ത് ഇവിടെ A2 എന്നാണ് കാണുന്നത്, അതായത് ഈ സെൽ റെഫറൻസ് കാണിക്കുന്നത്. 200 സെലക്ട് ചെയ്ത് ഇവിടെ B2 എന്നാണ് കാണിക്കുന്നത്, അതായത് ഈ ഒരു സെൽ റെഫറൻസ് കാണിക്കുന്നത്. അതായത് നമ്മൾ പേസ്റ്റ് ചെയ്ത് ജസ്റ്റ് ലിങ്ക് മാത്രം, അതുകൊണ്ട് അത് റിഫ്ലക്ട് ചെയ്തത്. ഓക്കെ, സോ ഇവിടെ കാണുന്ന ഓരോ സെൽ റെഫറൻസും ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഈക്വൽ ടു സ്റ്റാർട്ട് ചെയ്യുന്നത്, റൈറ്റ്? ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, Ctrl+H, റീപ്ലേസ് എന്ന സെക്ഷനിൽ കാണാം. അവിടെ ഫൈൻഡ് വാട്ട് ഈക്വൽ ടു റീപ്ലേസ് വിത്ത് പുട്ട് #. ഓക്കെ, ഇവിടെ ഓൾറെഡി ഈക്വൽ ഉണ്ടല്ലോ, അത് #ലേക്ക് കൺവേർട്ട് ചെയ്യും. ജസ്റ്റ് റീപ്ലേസ് ഓൾ അടിക്കുന്നു, ഓക്കെ പ്രസ് ചെയ്തു. സി ഇവിടെ ഇത് റിഫ്ലക്റ്റ് ചെയ്തു. അതിനുശേഷം ഈ ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, കോപ്പി. നമുക്ക് എവിടെയാണോ റിസൾട്ട് വേണ്ടത് ആ ഒരു പർട്ടിക്കുലർ സെൽ സെലക്ട് ചെയ്യുക. ഞാൻ ഈ കേസിലൂടെ E24 സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്പെഷ്യൽ. നമ്മൾ ആദ്യത്തെ സ്റ്റാറ്റിക് മെത്തേഡ് കാണിച്ചതുപോലെ തന്നെ ട്രാൻസ്പോസ് സെലക്ട് ചെയ്യുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു. ഈ ഒരു രീതിയിൽ വന്നു. ശേഷം ഇവിടെ ഓൾറെഡി ഈ ഡാറ്റ കംപ്ലീറ്റ് സെലക്ഷൻ മോഡിലുള്ളത്, വീണ്ടും Ctrl+H, ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇടുക. അതായത് ഫൈൻഡ് വാട്ട് ഉള്ളത് #ഉം റീപ്ലേസ് ഉള്ളത് ഈക്വൽ ടു സൈനും ആൻഡ് റീപ്ലേസ് ഓൾ, ഓക്കെ പ്രസ് ചെയ്യുക. ഇവിടെ റിസൾട്ട് അപ്പിയർ ചെയ്തു. ഇനി ഈ ഡാറ്റ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നോക്കാം, കേരളം ഇവിടെ 16 ആണുള്ളത്, ഇവിടെയും 16 ആണ്. സോ ജസ്റ്റ് ഒന്ന് 200 കൺവേർട്ട് ചെയ്യുന്നു. സി ഇവിടെ മാറുന്നത് കാണാം. അതുപോലെ തന്നെ ഗൾഫ് എയർ 22 ഇവിടെ റിഫ്ലക്റ്റ് ആവുന്നത് കാണാം, 22. സി സോ ഏറ്റവും ലാസ്റ്റ് കാണിച്ചതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അതായത് നമുക്ക് ഡൈനാമിക്കലി ഒരു ഡാറ്റ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം സെലക്ഷൻ്റെ ആവശ്യമില്ല, ഏറ്റവും ലാസ്റ്റ് കാണിച്ച മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഇനി ഈവൻ നമുക്ക് ഈ ഡാറ്റ വേണമെങ്കിൽ വെർട്ടിക്കൽ ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്യാം, ശേഷം Ctrl+C, എനിക്ക് V1 വേണ്ട റിസൾട്ട്, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, പേസ്റ്റ് സ്പെഷ്യൽ, ട്രാൻസ്പോസ്, ഓക്കെ. ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.